വടകരയ്ക്കൊരു സിറ്റിംഗ് എം പി ഉണ്ടായിരുന്നു, ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം ഇത്തവണ ഇവിടെ നിന്ന് തൃശ്ശൂരേക്ക് പോയി. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ, വടകരക്കാരനല്ലാത്ത ഷാഫി പറമ്പിൽ ഈ വടകരയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ വടരേൻ്റെ ഷാഫി എന്നൊക്കെ പോസ്റ്റർ കണ്ടെങ്കിലും അദ്ദേഹം വടകരക്കാരനല്ല. അങ്ങനെ കെ മുരളീധരനെ ഇവിടെ നിന്ന് തൃശ്ശൂരേക്ക് അയക്കേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു? മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റുന്നത് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ ഏറ്റവും ഫിറ്റ് ഇനഫായ കാൻഡിഡേറ്റ് മുരളീധരനാണെന്ന് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. കാരണം ഈ സംസ്ഥാനത്തിനകത്ത് BJPക്ക് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ താല്പര്യം ഞങ്ങൾക്കില്ല. കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് 0 ആയി തന്നെ നിലനിൽക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് എല്ലാ കാലത്തും BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ ജയന്റ് കില്ലറായിട്ടുള്ള മുരളീധരനെ തൃശ്ശൂരിലേക്ക് അയക്കുന്നത്. അപ്പോൾ വടകരയിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. വടകരയിൽ ഇതുപോലെ തന്നെ BJPയെയും CPMനെയും പരാജയപ്പെടുത്തിയിട്ട് വന്ന ഷാഫി പറമ്പിൽ എന്ന യുവാക്കളുടെ ആവേശമായി മാറിയ ആളെ ഞങ്ങൾ വടകരയിൽ മത്സരിക്കുമ്പോൾ വടകരയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ തൃശ്ശൂരും ജയിക്കും. അവിടെ ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയല്ല, പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവും, അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകും ശ്രീഭിലാഷേ, അതിനകത്തൊന്നും തർക്കമില്ല. പിന്നെ അതിനൊക്കെ അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയെ നിലനിർത്താനാണ്. KC വേണുഗോപാൽ മത്സരിച്ച കുഴപ്പം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുഴപ്പം, ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന കുഴപ്പം, മുരളീധരൻ മത്സരിക്കുന്ന കുഴപ്പം. ഒരു കാര്യം ചെയ്യും, ഇവരാരും നോമിനേഷൻ കൊടുത്തിട്ടില്ല. സനോജ് AKG സെൻറ്ററിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുത്താം, ഞങ്ങളുടെ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മാറി നിൽക്കണം. ഇങ്ങനെയൊക്കെ അറിയാൻ പാടുണ്ടോ? ആലപ്പുഴയിൽ ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതാ ശ്രീ അഭിലാഷേ? ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാറ്റേണ്ടുന്ന ആരാണ്? നരേന്ദ്രമോദിയെ മാറ്റണമെങ്കിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? കേരള നിയമസഭയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഭൂരിപക്ഷമാണോ വേണ്ടത്? അല്ല. ലോക്സഭയിൽ എണ്ണം കൂടണം. ലോക്സഭയിൽ 273 എന്ന മാജിക് നമ്പറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിന് അംഗസംഖ്യ വർദ്ധിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടമായ ഈ ആലപ്പുഴ സീറ്റ് തിരിച്ചു പിടിച്ച് കോൺഗ്രസിന് അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാക്ഷാൽ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതാ. ഞങ്ങൾ ലോക്സഭയിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയതിന് ശേഷം പിന്നെ രാജ്യസഭയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇനി ഈ രാജസ്ഥാനിലെ രാജ്യസഭയെ പറ്റി ശ്രീ സനോജിന് ഇപ്പോൾ വല്ലാത്തതെണ്ണ. ഈ രാജസ്ഥാനിൽ നിന്ന് KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അങ്ങ് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ CPMൻ്റെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ ശ്രീ സനോജ്, എന്താ പേര്? ബൽവാൻ പൂനിയ. ആ ബൽവാൻ പൂനിയക്കെതിരായിട്ട് നിങ്ങൾ അച്ചടക്ക നടപടി എടുത്തു, 1 വർഷങ്ങളെ പുറത്താക്കി. ശ്രീ അഭിലാഷ് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു കാരണം? രാജസ്ഥാനിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബൽവാൻ പൂനി എന്ന CPM MLA KC വേണുഗോപാൽ വോട്ട് ചെയ്തപ്പോൾ അച്ചടക്ക നടപടി എടുത്തു. പോട്ടെ, ഈ കോൺഗ്രസ് MLAക്ക്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ബൽവാൻ പൂനിയയ്ക്ക് പിന്നീടുണ്ടായിരുന്ന ഓപ്ഷൻ ഏതായിരുന്നു? BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ KC വേണുഗോപാൽ എതിരായിട്ട് മത്സരിച്ചത്. അതായത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ സ്വന്തം MLA പുറത്താക്കിയ പാരമ്പര്യമുള്ള ഒരു രാജ്യസഭാ സീറ്റ്. ഞാൻ പറയട്ടെ, വിട്ടുനിന്നിട്ട് ആരെ സഹായിക്കാനാ ശ്രീ അഭിലാഷേ? ആരെ സഹായിക്കാനാ? ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് നിർണായകമായ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എത്ര തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു, ഏതെല്ലാം അട്ടിമറികൾ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്ത ബൽവാൻ പൂനിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല കൂടിയുണ്ട്. ആ ആൾക്കെതിരായിട്ട് നടപടി എടുത്തിട്ട് വന്നിട്ട് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിനെ പറ്റിയൊക്കെ വല്ലാതെ തന്നപ്പെട്ടാൽ തലശ്ശേരി അങ്ങാടിയിലൊന്നും ഓടില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കൂ, ഇനി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ 20 സീറ്റുകളിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങളാണ് ബദൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃ പദവിക്ക് അർഹമാകാനുള്ള 10% നമ്പർ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ തവണ അങ്ങനെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ അത് എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളെ BJPയെ പുറത്തു നിർത്താൻ വിജയിപ്പിക്കൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ സ്വയമുണ്ട്? ഞങ്ങൾക്ക് ഇത്തവണ കുറെ കൂടി മെച്ചപ്പെടാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന് പറയുന്നല്ലോ ശ്രീ അഭിലാഷേ. അതുകൊണ്ടല്ലേ വിശാലമായ സഖ്യം. ഞങ്ങളെ എല്ലാ കാലഘട്ടത്തിലും എതിർത്ത് രൂപം കൊണ്ടൊരു പാർട്ടിയല്ലേ ആം ആദ്മി പാർട്ടി. എന്തുകൊണ്ടാണ് സഖ്യം ഉണ്ടാക്കിയത്? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി താഴെ വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വരില്ല എന്ന് ശ്രീ അഭിലാഷ് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സ്ഥിതിയല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയല്ലേ മെച്ചപ്പെടുള്ളൂ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ച സീറ്റ്, ഒറ്റ സീറ്റ്. ഇത്തവണ മുകളിലോട്ടല്ലേ പോകുള്ളൂ. ഇനി രാജസ്ഥാനിൽ BJPക്ക് ഇതിനപ്പുറം മെച്ചപ്പെടാൻ കഴിയുമോ? കഴിഞ്ഞ തവണ എല്ലാ സീറ്റിലും അവർ ജയിച്ചു. ഇത്തവണ എത്ര സീറ്റ് വന്നാലും ഞങ്ങൾക്ക് നേട്ടമല്ലേ? ഇവർക്ക് പിന്നെ ഏത് സീറ്റിലാണ് BJPക്ക് എണ്ണം കൂട്ടാൻ കഴിയുക? രാജസ്ഥാനിൽ കഴിയുമോ? ഗുജറാത്തിൽ കഴിയുമോ? ഉത്തർപ്രദേശിൽ കഴിയുമോ? മധ്യപ്രദേശിൽ കഴിയുമോ? ഈ എല്ലാ സീറ്റിലും കൂടെ ചേർത്തിട്ട് 5 സീറ്റിൽ കഴിഞ്ഞ നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ ദക്ഷിണേന്ത്യ എടുക്കൂ. കേരളത്തിൽ 20-0 BJPക്ക് ഒരു സീറ്റ് കിട്ടുമോ? തമിഴ്നാട്ടിൽ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി എന്താ വാരണാസിയിൽ വരാത്തതെന്ന്. തിരിച്ച് ആ ഉട്ടോപ്യൻ ചോദ്യം ചോദിക്കാതെ ഇന്ന് പിന്നെ നരേന്ദ്രമോദിയോട് വയനാട്ടിൽ വരാൻ പറ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വരാൻ പറ, വടകരയിൽ വരാൻ പറ, കണ്ണൂർ വരാൻ പറ, വന്ന് മത്സരിക്കാൻ പറ. പോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. തമിഴ്നാട്ടിൽ 2 സീറ്റ് നരേന്ദ്രമോദിക്ക് വേണ്ടി സർവേ നടത്തിയല്ലോ. എന്താ റിസൾട്ട്? നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല. കാരണം എന്താ? സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ 1 സീറ്റിലും ജയിക്കില്ല എന്ന് ബോധ്യമുണ്ട്.
അപ്പൊ 39, 20, 39 എത്ര സേവലാക്ഷി? 59. നിങ്ങൾ കർണാടക 28. കഴിഞ്ഞ തവണ ഞങ്ങൾ കിട്ടിയ ഒറ്റ സീറ്റ്, ഇത്തവണ മെച്ചല്ലേ? ഞങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ തെലുങ്ക് എടുക്കൂ 17 സീറ്റ്, നിങ്ങൾ ആന്ധ്ര എടുക്കൂ 25 സീറ്റ്, മഹാരാഷ്ട്ര എടുക്കൂ 48 സീറ്റ്. ഇവിടെയൊക്കെ BJP എത്ര സീറ്റ് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് BJP-കാരൻ പടച്ചു വിടുന്ന സർവേകളിലൊന്നും കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താറില്ലല്ലോ. ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നതിനപ്പുറം BJP-യുടെ പ്രധാനമന്ത്രി ഉണ്ടാകാതിരിക്കുക. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ശ്രീ സനോജ് കുറെ നേരമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇലക്ട്രൽ ബോണ്ടിൽ ശ്രീ അഭിലാഷിന്റെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളെ മലയാളിക്കറിയാം, പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്കറിയാം. ആ ആളുടെ പേര് സാന്റിയാഗോ മാർട്ടിൻ എന്നാണ്. ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്ന ആള്. അപ്പം CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല. അല്ലാതെ വളരെ രഹസ്യമായിട്ട് EP ജയരാജൻ പോയിട്ട് 2 കോടി ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിനും CPM-ഉം തമ്മിലുണ്ട്. ചർച്ചക്കിടയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ CPM-കാരും BJP-കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ പറയൂ, അല്ലാത്തപ്പോഴും തന്നെ ഉള്ളൂ. അത് വിട്ടേരെ, ഒരു അടിസ്ഥാനവും ഇല്ലാതെ പറയുകയാണ്. നേരത്തെ പൊതുമേഖലാ സ്ഥാപനമായ BEML വിൽക്കാൻ നേരം VK ശ്രീകണ്ഠൻ എതിർത്തില്ല. 2 കാര്യമാണ്. ഒന്നൊരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുമ്പോൾ ആ പ്രദേശത്ത് MP-യെ വിളിച്ചിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനം ഞങ്ങളൊന്ന് വിറ്റോട്ടെ എന്ന് ചോദിക്കുന്ന കീഴ്വഴക്കില്ല. ആകെ MP-ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? പാർലമെന്ററി ഇന്റർഫിയറൻസ്. ഇനി വേറെ വസ്തുത കൂടിയുണ്ട്. ഈ BEML വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടുത്തെ MP-യുടെ പേര് MP രാജേഷ് എന്നാ. പിന്നെ 2ാം തവണ അദ്ദേഹം ജയിക്കാത്ത ഞാൻ ഉത്തരവാദിയല്ല. അത് പോട്ടെ. ഇനി VK ശ്രീകണ്ഠൻ എതിർത്തിരുന്നോ? ഞാൻ പറഞ്ഞു തരാം, ഡേറ്റ് തരാം. താങ്കൾ ലോക്സഭയുടെ സൈറ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കൂ. 10/3/2021 ലോക്സഭയിലെ മാറ്റേഴ്സ് അണ്ടർ റൂൾ 377 അതിനകത്ത് നടത്തിയ ചർച്ചയ്ക്കകത്ത് അവിടുന്ന് എതിർത്തുകൊണ്ട്, അതായത് അർജ് ദ ഗവൺമെന്റ് നോട്ട് ടു പ്രൈവറ്റൈസ് BEML ആൻഡ് വിഡ്രോ സച്ച് എ മൂവ് ഇമ്മീഡിയറ്റ്ലി ഇൻ പാലക്കാട് എന്ന് പറഞ്ഞ് എതിർത്ത് പ്രസംഗിച്ച ആളുടെ പേര് പാലക്കാട് MP എന്ന. എന്റെ അറിവിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ 5/12/2023 2 തവണ ഇന്ത്യൻ പാർലമെന്റിനകത്ത് എതിർത്തതിന്റെ രേഖ ഇരിക്കുമ്പോൾ തന്നെ എന്തിനാണ് ശ്രീ സനോജ് ഇങ്ങനെ ഒരു ചർച്ചയൊന്ന ഒരു മൊമെന്റിനെ പാസ് ചെയ്യാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുന്നത്? ഇവിടെ ഇപ്പൊ രാഹുൽ പറഞ്ഞത് ഈ BEML വിൽക്കുന്നത് ഞങ്ങളോട് പോയി ചോദിച്ചിട്ടില്ല. ഇപ്പൊ BJP മറ്റെല്ലാ കാര്യവും ചെയ്യുന്നത് കോൺഗ്രസ് ഓഫീസിൽ രാവിലെ പോയി ചോദിച്ച് ഇവരെ പെർമിഷൻ എടുത്തിട്ടാണോ? ഇവർ എന്ത് കാര്യമാണ് ഈ പറയുന്നത്? CAA ആക്ട് രാജ്യത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു, ഞങ്ങൾ എതിർത്തു, കോൺഗ്രസും എതിർത്തു. പക്ഷേ അത് രാവിലെ ഇവരോട് പോയി ചോദിച്ചിട്ടാണോ അത് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞത് BEML വിഷയത്തിൽ പറയട്ടെ. BEML എന്ന് പറഞ്ഞ സ്ഥാപനം 54,500 കോടി ആസ്തിയുള്ള സ്ഥാപനം വിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എതിർപ്പുമായി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? കോൺഗ്രസ് അത് ഏറ്റെടുത്ത മേഘാ ഗ്രൂപ്പിൽ നിന്ന് 340 കോടി വാങ്ങി. എതിർത്തതിന്റെ തെളിവ് അദ്ദേഹം തെളിയിക്കട്ടെ. എതിർത്തതിന്റെ തെളിവ് വരാം. ശ്രീ അഭിലാഷ് വരൂ, ഞാൻ കാണിച്ചു തരാം. രാഹുൽ തന്നെ പറഞ്ഞത് ഞാൻ ഉന്നയിച്ച കാര്യം 340 ബോണ്ട് വഴി കൈക്കൂലി വാങ്ങിയ അതേ ഈ സ്ഥാപനം വിൽക്കുമ്പോ നോക്കി നിന്നു.